അസ്സലാമു അലൈക്കും. ബഷീർ സലഫി, നിങ്ങളെ ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്ത് ശിർക്കാന്നുള്ളത് നിങ്ങളത് പ്രമാണുണ്ട്? നിങ്ങളത് ഖുർആനിലെ ആയത്തോ അതല്ല നിങ്ങൾ ഹദീസ് ഉദ്ധരിക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഒരു സുഹൃത്തിന്റെ ചോദ്യം. എന്താ ചോദ്യം? ജിന്നിനോടുള്ള ഇസ്തിആന വസീലത്തുൻ ഇല ശിർക്കാണ് എന്ന് പറയുന്നല്ലോ. അപ്പോൾ വസീലത്ത് ശിർക്കാണ് എന്നതിന് ഖുർആനിലൊരു ആയത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസോ ഉദ്ധരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ജിന്നിനോടുള്ള ഇസ്തിആന എന്ന് പറഞ്ഞാൽ വസീലത്തുൻ ഇല ശിർക്ക് മാത്രമാണെന്ന് ഇവിടെ ആരാ പറഞ്ഞേ? ഞാൻ വിഷയാവതരണത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല. വസീലത്ത് ശിർക്ക് എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണ്, ഏത് സന്ദർഭത്തിലുണ്ടാകുന്ന കാര്യമാണെന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അത് നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ ബോധ്യമായി നിങ്ങൾ പറയണം, മനസ്സിലല്ലേ? അപ്പോൾ അത് ഞാൻ പറഞ്ഞതല്ല. വസീലത്ത് ശിർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പ്രയോഗിച്ചൊരു പ്രയോഗമല്ല. മിൻഹാ മാ ഹുവ ശിർക്കുൻ വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്ക് എന്നുള്ള പ്രയോഗം അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കന്മാർ പലരും പ്രയോഗിച്ചിട്ടുണ്ട്. സാലി ആൽ ഷെയ്ഖ് ഹാഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറഞ്ഞത് ഞാൻ നേരത്തെ ഉദ്ധരിച്ചിട്ടുമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ വസീലത്തുനിലെ ശിർക്ക് എന്ന പ്രയോഗം ഞാൻ പറഞ്ഞതല്ല, ഉലമാക്കന്മാർ പറഞ്ഞതാണ്. ഇനി അങ്ങനെ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട ആരോടാണ്? ഉലമാക്കന്മാരോടാണ്, മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ശിർക്ക് എന്നൊരു സംഗതി ഉണ്ട് എങ്കിൽ ശിർക്കിലേക്കുള്ള വസീലയും ഉണ്ടാകും. ശിർക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, തർക്കമൊന്നുമില്ലല്ലോ. ശിർക്ക് എന്ന് പറയുന്നൊരു വിഷയം ഇവിടെ ഉണ്ടെങ്കിൽ ശിർക്കിലേക്ക് എത്താനുള്ള വഴികളും ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് ഒരു തെളിവിൻ്റെ ആവശ്യമല്ല. ഹറാമ് എന്നൊരു സംഗതി ഉണ്ട് എങ്കിൽ ഹറാമിലേക്ക് എത്താനുള്ള വഴികളുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ ഹറാമിലേക്ക് എത്താനുള്ള വഴി ഇന്നതുണ്ട് എന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തായാലും മറുപടി പറയാം. ജാഹിലീങ്ങളുടെ ചോദ്യമാണതേ. ഇത് മനുഷ്യന്മാരെ കൊടുക്കണം ഉദ്ദേശം കൊണ്ട് ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ ഒറ്റ കാര്യം പറയണ്ടല്ലോ, വസീലത്ത് ശിർക്ക് എന്നൊരു സംഭവം ഉണ്ടോ ഇല്ലേ, അത് ഉലമാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അതിന് ഞാനിവിടെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയാണ് കൊടുത്തത്. മൽ ഫർഖു ബൈന ശിർക്കി വ വസായിലി ശിർക്ക്. ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ചോദിക്കുകയാണ്, മൽ ഫർഖു ബൈന ശിർക്കി വ വസായിലി ശിർക്ക്, ശിർക്കും വസീലത്ത് ശിർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ശിർക്കുണ്ട് വസീലത്ത് ശിർക്കുണ്ടെന്ന് മനസ്സിലായല്ലോ. അതിന്റെ വ്യത്യാസമാണ് ചോദിക്കണേ. അപ്പോൾ വ്യത്യാസം ചോദിക്കണമെങ്കിൽ സാധനം വേണ്ടേ? സാധനമല്ല ഞാൻ വ്യത്യാസം ചോദിക്കാൻ പറ്റുമോ? മാങ്ങയും ചക്കയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, മാങ്ങ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകണം, ചക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും. രണ്ടും കൂടി ഉണ്ടാകുമ്പോഴല്ലേ വ്യത്യാസം എന്താന്ന് പറയേണ്ടതുള്ളൂ. അപ്പോൾ രണ്ടും ഉണ്ട്. അപ്പോൾ വ്യത്യാസം ആണ് ചോദിച്ചത്. ആരോട്? ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, യഅനി ഫി തഹരീമി മാ ഹുവ ഫി കുല്ലി ശൈഇൻ യഅനി ഫി തഹരീം വസായിലു ശിർക്കി മുഹറമുൻ ലാകിൻ ലാ തകൂനുൽ വസായിലു ശിർക അശ്ശിർകു ഗൈർ വൽ വസായിലു ഗൈർ ഫത്തിഹാദു ഖുബൂറിൽ മസാജിദി വസ്സലാത്തു ഇൻദഹാ മിൻ വസായിലി ശിർക്കി വശ്ശിർകു ഇബാദത്തുഹാ മിൻ ദൂനില്ലാഹ്. എന്താ പറയുന്നറിയോ? വസായിലു ശിർക്കി, ശിർക്കിലേക്കുള്ള വസീല മാർഗം എന്ന് പറഞ്ഞത് മുഹറമത്തുൻ, അത് ഹറാമായ കാര്യമാണ്. ശിർക്കിലേക്കുള്ള വസീല ആവുക എന്നുള്ളതിന്റെ വിധി എന്താണ്? ഹറാമാണെന്നുള്ളതാണ്. ലാകിൻ ലാ തകൂനുൽ വസായിലു ശിർക്കൻ, പക്ഷേ ആ വസീൽ എന്താവില്ല? ശിർക്കാവില്ല. ശിർക്കിലേക്ക് എത്തുന്ന വഴിയെ കുറിച്ച് എന്താ പറയില്ല? ശിർക്ക് എന്ന് പറയില്ല. പക്ഷേ വസീലത്ത് ശിർക്ക് എന്താണ്? ഹറാമാണ്. അശ്ശിർക്കു ഗൈർ വൽ വസായിലു ഗൈർ, ശിർക്ക് എന്ന് പറഞ്ഞാൽ വേറെയാണ്, വസായിൽ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഫത്തിഹാദുൽ ഖുബൂരി മസാജിദ്, ഒരാളുടെ കബറിടത്തെ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്സലാത്തു ഇൻദഹാ, എന്നിട്ട് അതിൻ്റെ അടുത്ത് പോയി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മിൻ വസായിലി ശിർക്കി, ശിർക്കിലേക്കുള്ള വഴിയാണ്. കബറിടത്തിന്റെ മേലെ മസ്ജിദ് ഉണ്ടാക്കുക എന്നുള്ള ശിർക്കാണോ? അല്ല. ആ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി നിസ്കരിക്കുക എന്നുള്ള ശിർക്കാണോ? അല്ല. എന്നാൽ അതെന്താണ്? വസായിലു ശിർക്കാണ്, ശിർക്കിലേക്കുള്ള എത്താനുള്ള വഴിയാണ്. ശിർക്ക് ഇബാദത്തുക, ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്തുഹ, അതിനെ ആരാധിക്കലാണ്. ഇതിന് മഹാന്മാരെ ആരാധിക്കുക അല്ലെങ്കിൽ ഖബറിനെ ആരാധിക്കുക, ആരാധന എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായാൽ എന്തായി? അത് ശിർക്കായി. എന്നാൽ ആരാധനയ്ക്ക് എത്തുന്ന സംഗതിയോ ശിർക്കാണോ? അല്ല. അതിന് വസായിൽ എന്ന് പറയാം, അതിലേക്കുള്ള എത്താനുള്ള വഴി എന്ന് പറയാം. അസ്സലാത്തു ബഅദൽ അസ്ർ, അസ്ർ കഴിഞ്ഞിട്ട് പിന്നെ മഗ്രിബ് വരെയുള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ലാത്തൊരു സമയമാണെന്ന് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം. ആ സമയത്ത് നിസ്കരിക്കൽ എന്താ? അസ്സലാത്തു ബഅദൽ അസ്ർ വ ബഅദൽ ഫജ്ർ, ഫജ്റിന് ശേഷം ഉദയ സമയം വരെയുള്ള, പിന്നെ ഉദിച്ചു വരുന്ന സമയമുണ്ടല്ലോ, ആ സമയം വരെയൊക്കെയുള്ള നിസ്കാരം എന്താണ്? പാടില്ലാത്ത സമയമാണ്. മീൻ വസായിലി ശിർക്ക്, അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇങ്ങനെ ശിർക്കിലേക്ക് വസീല എന്നറിയോ? ആ സമയത്താണ് ഈ സൂര്യാരാധകന്മാരായ ആളുകൾ ഇബാദത്ത് ചെയ്യുക. സൂര്യനെ പൂജിക്കുന്ന ആളുകൾ സൂര്യനെ പൂജിക്കൽ എപ്പോഴാണ്? അസ്തമിക്കുന്ന സമയത്തും ഉദയത്തിന്റെ സമയത്തും. അതുകൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല. എന്താ കാരണം? അത് സൂര്യാരാധകന്മാരോട് സമപ്പെടുകയും ഒരുപക്ഷെ ഈ സമയത്തുള്ള നിസ്കാരം സൂര്യാരാധനയുമായി ബന്ധപ്പെട്ടതാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാവുകയും അവസാനം സൂര്യനെ ആരാധിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് പാടില്ല? ആ സമയത്ത് നിസ്കാരം പാടില്ല. ആ സമയത്ത് നിസ്കരിച്ചാൽ ശിർക്കാണോ? അല്ല. ആ സമയത്ത് നിസ്കരിക്കാന്നുള്ള ശിർക്കാണോ? അല്ല. എന്നാൽ ശിർക്കിലേക്ക് വസീലയല്ലേ? ആണ്. അതാണ് ശൈഖ് അവറുകൾ പറയുന്നത്, വലൈസത്തി ശിർക്കൻ, ആ സമയത്ത് നിസ്കരിക്കൽ ശിർക്കല്ല. ഫശ്ശിർക്കു അൻ തുഅബദ ശംസു, സൂര്യനെ ആരാധിക്കപ്പെടുക എന്നതാണ് ശിർക്ക്. മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ സൂര്യൻ ഒരാൾ ആരാധിച്ചാൽ അവൻ മുശ്രിക്കായി. അമ്മാ കൗനുഹു തുസല്ല ബഅദൽ അസ്രി ഔ ഇൻദൽ ഗുറൂബി, ഗുറൂബിന്റെ സമയത്തോ അല്ലെങ്കിൽ അസ്റിന്റെ സമയത്തോ ബഅദൽ അസ്രി ആ സമയത്തോ നിസ്കരിക്കുക എന്നുള്ളത് എന്താണ്? ഔ ഇൻദ തുലൂഇ ശംസി, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാ.
വാൻ തക്സുദ ലില്ല, അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്ന ആർക്കാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ സമയത്താണ് നിസ്കരിക്കുന്നത്, ഹാദാ ലാ യജൂസ്, പാടില്ലാത്തതാണ്. ഏത്? ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, ജായിസ് അല്ലാത്ത കാര്യമാണ്. ആദാമിൻ വസായിലി ശിർക്കി, അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ശിർക്ക് എന്താണ്? അൻതോബദ ശംസു മഅല്ലാ, അള്ളാഹുവിനോടൊപ്പം ശംസിനെ, സൂര്യനെ ആരാധിക്കുക എന്നതാണ് ശിർക്ക്. ജല്ല വഅല വഹാദ സ്വലാത്തു ഇൻദൽ ഖുബൂരി വസീല, അതേപോലെ തന്നെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കുക എന്നുള്ള എന്താ? വസീലയാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. ശിർക്ക് അതെന്താണ്? അൻതഅബുദ അസ്ഹാബൽ ഖുബൂർ, ഖബറിലുള്ളവരായ ആളുകളെ നീ ആരാധിക്കുകയാണെങ്കിൽ അത് ശിർക്കാണ്. അല്ലാതെ പിന്നെ ഖബറിലുള്ളവരായ ആരാധിക്കും മാത്രമേ ശിർക്കാവുന്നുള്ളൂ. പക്ഷെ ഖബറിന്റെ അടുത്ത് പോയി ആരാധിക്കുക എന്നുള്ളത് എന്തല്ല? ശിർക്കല്ല. പക്ഷെ എന്താ? ഖബറിന്റെ അടുത്ത് പോയിട്ട് അള്ളാഹിനോട് കൃത്യം ദുആ ചെയ്തു, അതെന്താ ശിർക്കാണോ? അല്ല, അള്ളാഹ്ക്കുള്ള ദുആയാണ്. പക്ഷേ അത് വസീലത്തുനില്ല ശിർക്കാണ്, ശിർക്കിലേക്ക് വഴിയായി മാറും. കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതിനോട് പിന്നെ ഖബറിലുള്ള ആൾക്കാരോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത്. ഈ വസീലത്ത് ശിർക്ക് എന്ന് പറയുന്ന പ്രയോഗം സാലിഹ് ആലു ശൈഖിൻ്റെതുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് അസംഖ്യം പണ്ഡിതന്മാർ അവരുടെ ഇസ്തിലാഹായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സംഗതിയാണ്. നമ്മൾ അത്രേ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? അതന്നെ. അപ്പോൾ ജിന്നിനോട് ഉള്ള ഇസ്തിആന, അത് രണ്ട് സംഭവത്തിലാണ് ഈ ഇസ്തിആനത്ത് ചർച്ചയാകുന്നതൊക്കെ എൻ്റെ വിശാവതരണം പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താണ്? ഒന്ന് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടവനായ ഒരാൾ യാ ഇബാദല്ലാഹ് ഐനുനി പറയുന്ന സമയത്ത്, അതാ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തത് ഇലാജിൻ്റെ സമയത്ത്, ചികിത്സയുടെ സമയത്ത് ജിന്നിനോട് ജിന്നിൻ്റെ കഴിവിൽപ്പെട്ടതായ കാര്യങ്ങൾ ചോദിക്കാം. അതും എന്താണ്? വസീലത്തുനില ശിർക്കാണ്. മുസ്ലിം ജിന്നാണെങ്കിൽ വസീലത്തുനില ശിർക്കാണ്, അല്ലെങ്കിൽ ശിർക്കാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ സാലിഹ് ആലു ശൈഖിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, അതൊക്കെ ഫത്വകളിൽ ഉലമാക്കന്മാർ പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കാം കേട്ടാ. നമ്മളോട് തലേ കയറി ചോദ്യം ചോദിക്കാൻ വരണ്ട.